സർക്കാർ തരം താഴ്ത്തിയ 11 ഡിവൈഎസ്പിമാരും ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. അച്ചടക്ക നടപടി നേരിടുന്ന സംസ്ഥാനത്തെ 11 ഡിവൈഎസ്പിമാരെ സിഐമാരാക്കി തരം താഴ്ത്തി സർക്കാർ ഇറക്കിയ ഉത്തരവിൽ തെറ്റെന്ന് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 63 ഡിവൈഎസ്പിമാരെയാണ് സർക്കാർ മാറ്റി നിയമിച്ചത്. തരം താഴ്ത്തിയ ഉദ്യോഗസ്ഥൻ മാറ്റപ്പട്ടികയിലും ഉൾപ്പെട്ടു. തരം താഴ്ത്തിയ ടി അനിൽകുമാറിനെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആയാണ് സ്ഥലം മാറ്റിയത്. കൂട്ടനടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തരം താഴ്ത്തിയ ഡിവൈഎസ്പിമാരുടെ തീരുമാനം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ നിയന്ത്രണം പോലീസിന് മേൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎസ്പിമാർ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. 2014 മുതൽ താൽക്കാലിക പ്രമോഷൻ നൽകിയിരുന്ന ഡിവൈഎസ്പിമാരുടെ പട്ടികയാണ് സർക്കാർ പുനർപരിശോധിച്ചത്. ഇതിൽ അച്ചടക്ക നടപടി നേരിട്ട 12 പേരെ തരം താഴ്ത്താൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയിരുന്നു. ഡിവൈഎസ്പിയായ MR മധുബാബു ഇന്നലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനാൽ പട്ടികയിൽ നിന്ന് ഒഴിവായി. ഇന്നലെ അർദ്ധരാത്രിയോടെ ബാക്കി 11 പേരെ തരം താഴ്ത്തി സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. അച്ചടക്ക നടപടി സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന പോലീസ് ആക്ടിലെ സുപ്രധാന വകുപ്പ് സർക്കാർ 2 ആഴ്ച മുമ്പ് റദ്ദാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഡിവൈഎസ്പിമാരുടെ പട്ടിക പുനർപരിശോധിച്ച ഉത്തരവിറക്കിയത്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോലീസ് സേനയിലെ അഴിച്ചുപണികളും തുടങ്ങി. 63 ഡിവൈഎസ്പിമാരെയും 11 അഡീഷണൽ എസ്പിമാരെയും സ്ഥലം മാറ്റി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥരെ തരം താഴ്ത്താൻ ശുപാർശ ലഭിക്കുന്നത്. വകുപ്പ് തല നടപടി നേരിട്ടവർക്കും നിരവധി ആരോപണ വിധേയർക്കും ഇതുവരെ സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു. ഇതിനു മുമ്പ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. വാരാപ്പുഴ ശ്രീജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്തു. 11 ഡിവൈഎസ്പിമാരെ തരം താഴ്ത്തിയതിൽ 4-5 കേസ് മാത്രമാണ് സത്യസന്ധമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ആദ്യം 1000-ന് മുകളിൽ പേരുണ്ടായിരുന്നു. പിന്നീടത് 700-ഓളവും അതിനുശേഷം 500-ഓളവുമായി. പിന്നീട് 59 ആയതായും കണ്ടിരുന്നു. ഇപ്പോൾ അത് 11 പേർക്കെതിരായ നടപടിയിൽ എത്തി നിൽക്കുന്നു. ഇതിൽ പറയുന്ന പല ആളുകളും ആ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട ആളുകളല്ല. തെറ്റായ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നവരും കുറ്റവാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതും ഒരുപോലെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ ഇപ്പോഴും സേനയിൽ തുടരുകയും ഉയർന്ന പദവികൾ വഹിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുകാരല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കുന്നുവെന്ന സന്ദേശമാണ് ഇത് പോലീസ് സേനയ്ക്ക് നൽകുന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.